കുലമൂത്ത സന്തതി അനന്തരാവകാശി നർഗതയ്ക്ക് മുന്നിൽ കിട്ടാതെ പോയ അധികാരം നിങ്ങൾ അവന്റെ മകനെ നൽകുമോ? അടുത്ത ഒരു ബെല്ലോടുകൂടി ഞങ്ങളുടെ ഈ വർഷത്തെ 1ാമത് നാടകം ഇതാ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഈ നാടകത്തിലെ കഥാപാത്രങ്ങളും കഥയും തീർത്തും സാങ്കല്പികം മാത്രമാണ്. ഇങ്ങനെ എനിക്കവരെ ഈ നാടകകലാകാരന്മാരെ അത്രയ്ക്കും എത്താൻ പറ്റിയില്ലെങ്കിലും ഇതുപോലെ പ്രത്യേക ശബ്ദവിന്യാസത്തോടുകൂടി അനൗൺസ്മെന്റോടുകൂടി ആരംഭിക്കുന്ന ഒരു കലാരൂപം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ചാലക്കുടിയുടെ ഒരു കലയായിരുന്നു നാടകം. എത്രയോ നാടക ട്രൂപ്പുകൾ, എത്രയോ നാടക നടന്മാർ, ജോസ് പെല്ലിശ്ശേരി, ലോഹിതദാസ് എന്നിങ്ങനെ ഉൾപ്പെടെയുള്ള എത്രയോ നടന്മാർ നമ്മുടെ ചാലക്കുടിയിൽ നിന്നും നമ്മുടെ ചാലക്കുടിയുടെ പേര് അനർത്ഥമാക്കിയിട്ടുള്ള ഒരുപാട് കലാകാരന്മാരുടെ ഒരു തട്ടകം, നാടകം എന്ന തട്ടകം ചാലക്കുടിയിലെ ഒരു പ്രധാനപ്പെട്ട ജനകീയ കലയായി മാറിയിട്ടുള്ള ഒരു ടൈം ഉണ്ടായിരുന്നു. ഒരു 90കളുടെ കാലഘട്ടത്തിലൊക്കെ എത്ര മനോഹരമായിരുന്നു ആ കാലഘട്ടം. നാടിന്റെ അകമാണ് നാടകം. ആ നാടകം ഇന്നും ജീവിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായിട്ടുള്ള ക്രാക്ട്. അവരുടെ പ്രവർത്തന മേഖലയിൽ അവർ ഒരു വർഷം സംഘടിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ പരിപാടി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാടകമേളയാണ്. 7 ദിവസങ്ങളിലായിട്ട് 7 നാടകങ്ങൾ, 7 വ്യത്യസ്തമായ പ്രമേയങ്ങളുടെ ഒരു പിടി നാടക നടന്മാരും അഭിനേത്രികളും ഒക്കെ ചേർന്നുകൊണ്ട് നമ്മളെ വീണ്ടും ആ പഴയ നാടക രാവിലേക്ക്, ആ പഴയ നാടക വസന്തത്തിലേക്കൊക്കെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. 7 നാടകങ്ങൾ, അതിലിപ്പോൾ 4 നാടകം കഴിഞ്ഞു. ഞാൻ 2 നാടകം പൂർണ്ണമായിട്ടും കണ്ടു. ഉദ്ഘാടന ദിവസം അരങ്ങേറിയ നാടകം അക്ഷരജാല, അമ്പലപ്പുഴ അക്ഷരജാല തിയേറ്ററിന്റെ വാർത്ത എന്ന് പറയുന്ന ഒരു നാടകമായിരുന്നു. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രമേയമായിരുന്നു. സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ വരുന്ന തെറ്റായ വാർത്തകൾ കാരണം കൊണ്ട് ഒരു കുടുംബം തന്നെ തകർക്കപ്പെടുന്നു. അത് വളരെ മനോഹരമായിട്ടും വളരെ ഹൃദയസ്പർശിയായിട്ടും ആ നാടകത്തിലെ അഭിനേതാക്കൾ വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചു. തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രസിദ്ധി, കാരണം നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഓരോ സംഭവങ്ങളും അത് തെറ്റാണെങ്കിൽ അത് എവിടെയാണ് ചെന്ന് കൊള്ളുന്നത്, ആരൊക്കെയാണ് അത് തകരപ്പെടുന്നത്. അതൊരു കുടുംബ പശ്ചാത്തലത്തിൽ ഒരു ദേശത്തിന്റെ തന്നെ ഒരു കഥ പറയുകയാണ് ഈ വാർത്ത എന്ന് പറയുന്ന നാടകം. 2ാം ദിവസത്തെ നാടകം തിരുവനന്തപുരം അജന്ത തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിച്ച വംശം എന്ന് പറയുന്ന നാടകമാണ്. ജാതീയ വ്യവസ്ഥ ഇന്നും നിലനിൽക്കുന്നു, അത് പുതിയ ഭാവത്തിലും പുതിയ രൂപത്തിലും അത് അവതരിപ്പിക്കപ്പെടുന്നു. ഈ ജാതീയത എന്ന് പറയുന്ന അത് മഹാഭാരതത്തിന്റെ പുരാണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവിടെ മുതൽ ഇത്തരം കാര്യങ്ങൾ, അതായത് താഴ്ന്നവനെ ചവിട്ടി മെതിച്ചുകൊണ്ട് കാര്യങ്ങൾ നേടാൻ വേണ്ടി സവർണ വിവാഹങ്ങൾ ചെയ്യുന്ന ഒരു കഥാ അവലംബനത്തിലൂടെ കൊണ്ടുവന്ന് അത് വളരെ കൈയടക്കത്തോടു കൂടി അതിൽ അഭിനേതാക്കൾ അവതരിപ്പിച്ചു. അതിൽ ഈ ക്രാക്ട് ചെയ്യുന്ന ഈ നാടകമേളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും അവതരിപ്പിക്കപ്പെടുന്ന നാടകത്തിലെ അഭിനേത്രിക്ക് അല്ലെങ്കിൽ അഭിനേതാവിന് ഒരു പുരസ്കാരം കൊടുക്കുന്ന ചടങ്ങുണ്ട്. ഈ നാടകത്തിൽ 2 പേർക്ക് അന്ന് പുരസ്കാരം കൊടുക്കേണ്ടി വന്നു. കാരണം അത്ര മനോഹരമായിട്ടൊരു നാടകമാണ് വംശം എന്ന് പറയുന്ന നാടകം. അത് അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഏറെ പ്രശംസ പിടിച്ചു പറ്റിയ നാടകമാണ്. 3ാം ദിവസം അവതരിപ്പിച്ച നാടകം തിരുവനന്തപുരം അമ്മ തിയേറ്റർ പീപ്പിൾസ് അവതരിപ്പിച്ച ഭഗത് സിംഗ് എന്ന് പറയുന്ന നാടകമാണ്. എനിക്ക് ആ നാടകം കാണാൻ സാധിച്ചില്ല, പക്ഷെ നല്ല നാടകം തന്നെയായിരുന്നു എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. 4ാം ദിവസമായ ഒക്ടോബർ 2 വ്യാഴാഴ്ച കോഴിക്കോട് സങ്കീർത്തന അവതരിപ്പിച്ച കാലം പറക്കണ് എന്ന നാടകമാണ്. ആ നാടകവും അവതരണ ശൈലി കൊണ്ടും കഥാപ്രമേയം കൊണ്ടൊക്കെ തന്നെ മികച്ചതായിരുന്നു. 5ാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ച തിരുവനന്തപുരം സൗപർണയുടെ താഴ്വാരം എന്ന നാടകമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം 6ാം ദിവസമായ ശനിയാഴ്ച 2 നാടകങ്ങളുണ്ട്. ഒന്ന് ഒരു 1 ആക്ട് പ്ലേ ആണ്. അത് സുഭാഷ് ദാസ് അവതരിപ്പിക്കുന്ന രാവണൻ എന്ന പെരുമാൾ എന്ന ഏകപാത്ര നാടകം. അതോടൊപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി അമല തിയേറ്ററിന്റെ ഒറ്റ എന്ന് പറയുന്ന നാടകം. അന്ന് 2 നാടകമുണ്ട്. ഏകപാത്ര നാടകം ശനിയാഴ്ച, ഏകപാത്ര നാടകം 1 ആക്ട് പ്ലേ, അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി അമല തിയേറ്ററിന്റെ ഒറ്റ എന്ന് പറയുന്ന നാടകം. 6ാം ദിവസമായ ഞായറാഴ്ച, അതായത് അവസാന ദിവസം കായംകുളം പീപ്പിൾ തിയേറ്റർ അവതരിപ്പിക്കുന്ന അങ്ങാടിക്കുരുവികൾ എന്ന നാടകമാണ് ഏറ്റവും അവസാന ദിവസത്തെ നാടകം. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ചാലക്കുടിയിലെ പ്രധാനപ്പെട്ട കലാകാരന്മാർ ഇവിടെ മുഖ്യാതിഥികളായി എത്തുകയും പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ള സന്തോഷം കൂടി പങ്കുവയ്ക്കുകയാണ്. തീർച്ചയായിട്ടും ക്രാക്ട് എന്ന് പറയുന്ന സംഘടന ഈ ചാലക്കുടിയിലെ ഈ നാടക മേഖലയ്ക്ക് കൊടുക്കുന്ന ഈ പ്രാധാന്യം, അതിൽ ഭാരവാഹികളെ നിറഞ്ഞ മനസ്സോടുകൂടി അഭിനന്ദിക്കുകയാണ്. കാരണം നാടകം എന്ന കല, ആ കല ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിലാണ് ക്രാക്ട് എന്ന് പറയുന്ന സംഘടന ഈ നാടകമേള സംഘടിപ്പിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ ഇതുപോലെ നാടകങ്ങൾ തിരിച്ചു വരുന്നത്. ഇതിൽ ഏറ്റവും സന്തോഷകരമായ സംഭവം, നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് ഓരോ നാടകവും അവതരിപ്പിക്കുന്നത്. നാടകത്തെ സ്നേഹിക്കാൻ ഇന്ന് ചാലക്കുടിയിൽ ആളുകളുണ്ട്. ഒപ്പം ഈ ക്രാക്ട് സംഘടിപ്പിക്കുന്ന ഇത്തരം കലാ സംരംഭങ്ങൾക്ക് നിറഞ്ഞ പ്രോത്സാഹനവും തദ്ദേശഭരണ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. കാരണം ഒരു കാലഘട്ടത്തിൽ ചാലക്കുടിയിലെ കലാകാരന്മാർക്കൊക്കെ തന്നെ കടന്നു വന്നിട്ടുള്ള, ചാലക്കുടിയിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കളൊക്കെ കടന്നു വന്നിട്ടുള്ള ഒരു പ്രധാന കലാരൂപം അത് വീണ്ടും അത് തിരിച്ചുവരവിന്റെ പാതയിലാണ്. ഇങ്ങനെയുള്ള സമയത്ത് തദ്ദേശഭരണ സംവിധാനങ്ങൾ തീർച്ചയായിട്ടും കലയെ സ്നേഹിക്കണം. പണ്ട് കാലത്തെ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഈ നാടകത്തെയൊക്കെ സ്നേഹിച്ചവരാണ്. അത് CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, നാടകങ്ങളെ, കലാരൂപങ്ങൾ, കലയെയൊക്കെ സ്നേഹിക്കുന്നവരായിരുന്നു. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണെന്ന് അറിയില്ല, ചില കസേര മനുഷ്യന്മാർ വന്നുകൊണ്ടാണോ എന്നറിയില്ല, ഈ അപ്പാടെ ഇത്തരം മേഖലകളെ അവഗണിക്കുകയാണ്. കലയെ സ്നേഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ചാലക്കുടിയിൽ ഇനിയും ഇത്തരം പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. എന്തായാലും ക്രാക്ട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാടകമേളയുടെ 5ാം ദിവസമായ ഇന്ന് തിരുവനന്തപുരം സൗപർണിക തിയേറ്റർ അവതരിപ്പിക്കുന്ന താഴ്വാരം എന്ന നാടകമാണ്
ഇന്ന് അവതരിപ്പിക്കപ്പെടുന്നത് എല്ലാ നാടക സ്നേഹികളെയും നാടകപ്രേമികളെയും ചാലക്കുടി എസ് എൻ ഹാളിലാണ് ഈ നാടകങ്ങൾ അവതരിപ്പിക്കുന്നത്. 4 നാടകം കഴിഞ്ഞു. 5ാമത്തെ ദിവസമായ ഇന്ന് തിരുവനന്തപുരം സൗപർണികയുടെ താഴ്വാരം എന്ന നാടകം കാണാൻ നിങ്ങളേവരെയും ഏറ്റവും ഹൃദ്യമായി ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം. നമ്മളെല്ലാം കഥാപാത്രങ്ങളായി മാറുന്നു. പത്മശ്രീ തിലകന്റെ അമ്പലപ്പുഴ അക്ഷരജ്വാല അവതരിപ്പിക്കുന്നു വാർത്ത. എല്ലാവരുടെ അനുവാദത്തോടെ ഞാൻ ഈ വീടിന്റെ പിഞ്ചിരിപ്പ് നടത്തുന്നു. കല്ലിനോ സിമന്റിനോ മണലിനോ ഉറപ്പു ചേർത്തിരിക്കുന്ന ഏതൊരു പ്രതിമയ്ക്കും ഓരോ ചരിത്രം പറയാനുണ്ടാവും. അടുത്തേക്ക് വന്നാൽ കണ്ണടച്ച് വീശു ഞാൻ. ഈ നാട്ടുകാർക്ക് സ്മരിക്കാൻ ഇയാളെ ഓരോ ഓർമ്മയും ഇവിടെ വേണ്ട. ഒരു പെരുമഴക്കാലത്ത് അനാഥയെ പോലെ കുടുന്നു വിറച്ച് ഈ തുറയിലെത്തി എനിക്ക് ആദ്യം ഒരു കട്ടൻ ചായ വെച്ച് നീട്ടിയത് ആയിരിക്കുന്ന ചെറിയാസിന്റെ അമ്മച്ചി റബേക്കയ. എനിക്കെന്നെ ചോദിച്ചതെക്കാളണ്ട. ഇല്ലായെങ്കിൽ ലോകമഹായുദ്ധങ്ങൾ കൊണ്ടായിരിക്കില്ല, വാർത്തകൾ കൊണ്ടായിരിക്കും മനുഷ്യവംശത്തിന്റെ നാശം. ആരാണത്? മരണം ഉറപ്പാകുമ്പോൾ മനസ്സോരോന്ന് തോന്നിപ്പിക്കുന്നതാവും. ആരാണത്? ഇത് ഞാനാണ്, അംബേദ്കർ, ബാബാ സാഹിബ് അംബേദ്കർ. തോറ്റുകൊടുക്കരുത്. ഞാൻ ഭരണഘടന ഉണ്ടാക്കിയത് സമൂഹത്തിലെ ഏറ്റവും ബലം കുറഞ്ഞവർക്ക് കൂടിയാണ്. ഭരണഘടനയിൽ വിശ്വസിച്ച് ഒരുതി മുന്നേറുന്നു. അങ്ങയുടെ നേതൃത്വത്തിൽ എഴുതപ്പെട്ട ഭരണഘടനയെ നോക്കുകുത്തിയാക്കുന്നു. മനസ്സുകൊണ്ട് ഭീമസേനന്റെ മാപ്പ.
എന്നെ വേക്കാമെന്ന് അടിയൻ സഹിച്ചോളാം. എന്നധികാരത്തിൽ വന്നാലും കളിയില്ല. കൊല്ലാനും ചാകാനും തോട്ടിപ്പണി ചെയ്യാനും ചെളി വിളിക്കാനും നിങ്ങൾ കറക്കുന്നതൊക്കെ ചെയ്യിക്കാനും അവർ വേണം. നിങ്ങളുടെ സുഖങ്ങളുടെ കോട്ടയിൽ അവർ പുറത്ത്. ഒരു നാൾ വരും